അരങ്ങിൻ്റെ വേഷഭംഗി. മികച്ച യുവ കഥകളി കലാകാരൻ പത്മശ്രീ ഗോപി ആശാൻ്റെ കുടുംബം നൽകുന്ന ആദ്യ ഗുരു ഗോവിന്ദം പുരസ്കാരം അതിന് അർഹനായത് ശ്രീ കലാമണ്ഡലം ഷൺമുഖനാണ്. ജൂൺ 6 ഗോപി ആശാൻ്റെ ജന്മദിനത്തിൽ ആശാൻ തന്നെ പുരസ്കാരം സമ്മാനിക്കുന്നു. ഇന്നത്തെ ജന്മഭൂമി പത്രത്തിൽ ശ്രീ പാലേലി മോഹനൻ എഴുതിയ ലേഖനം ഇങ്ങനെയാണ്: വരും തലമുറയിലെ കഥകളി രംഗത്തെ തിരക്കേറിയ താരമായി ശ്രീ കലാമണ്ഡലം ഷൺമുഖൻ വളരുന്നു. ഭംഗിയേറിയ വേഷം, ഉയരം, മുദ്രയുടെ ഭംഗി എന്നിവയാൽ അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നു. സ്ത്രീവേഷവുമായാണ് തുടക്കം. കലാമണ്ഡലം മേജർ സെറ്റിൻ്റെ കഥകളി വഴിയാണ് ഷൺമുഖൻ കൂടുതൽ അറിയപ്പെടുന്നത്. കേശിനി, ഉഷ, സൈരന്ധ്രി അങ്ങനെ അവസരങ്ങൾ നിറഞ്ഞു. ട്രൂപ്പിൽ ഗോപിയാശാൻ ഉണ്ടായിരുന്നു. ഒരു കാലത്ത് കലാമണ്ഡലമുണ്ടോ എന്നുവരെ കാണികൾ ആരാഞ്ഞിരുന്നു. അത് കൃഷ്ണനായരാശാനെ ഉദ്ദേശിച്ചായിരുന്നു. പിന്നീട് കലാമണ്ഡലം ഗോപി ആസ്വാദകർ പ്രതീക്ഷിച്ച മുഖം. അക്കാലത്താണ് ഷൺമുഖൻ്റെ തുടക്കം. ആലപ്പുഴയിലെ ചമ്പക്കരയ്ക്കടുത്ത് പുല്ലങ്ങടി ഗ്രാമത്തിലായിരുന്നു ഷൺമുഖൻ ജനിച്ചത്. അവിടെയുള്ള ഒരു കുടുംബക്ഷേത്രത്തിലായിരുന്നു കഥകളിയെ അടുത്തു കാണുവാൻ തുടങ്ങിയത്. വർഷത്തിലൊരു കഥകളി ഉറപ്പായും അവിടെ അരങ്ങേറിയിരുന്നു. അത് കാണാൻ മോഹിച്ചിരുന്ന ഒരു ബാല്യം ഷൺമുഖനുമുണ്ടായിരുന്നു. കുടുംബത്തിൽ കഥകളി പാരമ്പര്യമൊന്നുമില്ലെങ്കിലും അത് ആസ്വദിക്കാൻ എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് കേരള കലാമണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്നത്. കലാമണ്ഡലത്തിൽ ചേരുന്നതിന് മുമ്പ് 1990 തകഴിയിലെ കലാനിലയം കരുണാകരക്കുറുപ്പ് ആശാനായിരുന്നു പുറപ്പാട് അരങ്ങേറ്റത്തിന് പാകത്തിനാക്കിയത്. ഒരു വർഷമായിരുന്നു പഠനം. 11ാം വയസ്സിലായിരുന്നു അരങ്ങേറ്റം. 8ാം ക്ലാസ് മുതൽ കലാമണ്ഡലത്തിൽ ചേർന്നു. 10ാം തരം പാസ്സായി. +2 എന്നത് അന്ന് അവിടെ ഇല്ലായിരുന്നു. ഡിപ്ലോമ സർട്ടിഫിക്കറ്റായിരുന്നു. കേരള കലാമണ്ഡലം എന്ന സ്ഥാപനവും അവിടെ പഠിക്കുന്നവരും ഭാഗ്യവാന്മാരാണ്. അവിടെ നിന്ന് ലഭിക്കുന്ന പാഠങ്ങളും പരിചയവും പ്രശസ്തമാണ്. ഒരു ചെറിയ പ്രതിഭാവിലാസം മാത്രം മതി, നന്നാവും. മഹാകവി വള്ളത്തോൾ കലാമണ്ഡലത്തെയും കഥകളെയും വളർത്താൻ അതികഠിനമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലം ഇന്നും പൂത്തും തളിർത്തും നിൽക്കുന്നു. ഷൺമുഖനും അക്കാലത്ത് പഠിച്ച പലരും ഇന്ന് കലാമണ്ഡലത്തിൽ അധ്യാപകരാണ്. വരും തലമുറക്കാരായ വിദ്യാർത്ഥികളെ കഥകളിയുടെ ഭാഷ പഠിപ്പിക്കുന്നത് ഇവരൊക്കെയാണ്. ഷൺമുഖൻ ഏതാണ്ട് കഥകളിയിൽ എല്ലാ വേഷവും കിട്ടിയിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ ഭാഗ്യം. പ്രോത്സാഹനം ഈ കലാകാരന് നാനാഭാഗത്തു നിന്നും ലഭിച്ചിട്ടുണ്ട്. വാഴയങ്കട കുഞ്ചുനായരാശാൻ അരങ്ങൊഴിയുന്നതിന് മുമ്പ് ശിഷ്യരോട് പറഞ്ഞു അത്രേ: ഇപ്പോഴും നളചരിതം 4ാം ദിവസം ബാഹുകൻ്റെ ഭാവം എന്തെന്നറിയുന്നില്ല. ഇന്ന് അരങ്ങിൽ നിറഞ്ഞു നിൽക്കുന്നവർ അറിയേണ്ട ഒന്നാണിത്. ഓരോ കഥാപാത്രത്തിനെയും അറിയണം. പഴയകാല ആസ്വാദകരിൽ നിന്ന് പഠിക്കണം. വാസുപിഷാരടി ആശാനാണ് ഷൺമുഖൻ്റെ ഗുരുസ്ഥാനീയൻ. കലാമണ്ഡലത്തിൽ നിന്ന് കോഴ്സ് കഴിഞ്ഞിറങ്ങിയ സമയത്ത് അമ്പലപ്പുഴ സന്ദർശൻ കഥകളി വിദ്യാലയത്തിൽ വാസുപിഷാരടി ആശാനിൽ നിന്നുള്ള ശിക്ഷണം ഒന്നുകൊണ്ടാണ് ഈ നിലയിലെത്തിയത്. ചാലക്കുടി കഥകളി ക്ലബ്ബ് യുവാക്കളെ വളർത്തുന്ന ഒരു സ്ഥാപനമാണ്. ഷൺമുഖപ്രിയം എന്ന പേരിൽ 6 ദിവസത്തെ കഥകളി ഒരുക്കി. ഷൺമുഖൻ്റെ 6 വേഷങ്ങൾ അവിടെ അവതരിപ്പിക്കപ്പെട്ടു. അപൂർവം പേർക്ക് ലഭിക്കാവുന്ന അരങ്ങായിരുന്നു അത്. ധാരാളം പുരസ്കാരങ്ങൾ ഈ കലാകാരന് ലഭിച്ചു. വരാനുള്ളതും ഇദ്ദേഹത്തിൻ്റെ കാലമായിരിക്കും. വേഷഭംഗിയും മുദ്രയുടെ വെടിപ്പും ആഹാര്യശോഭയും അദ്ദേഹത്തിന് ആവോളമുണ്ട്. ഇനിയാണ് ഷൺമുഖമുദ്ര. ഒരാൾക്ക് അവസാനം വരെ പഠിക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. കഥകളിക്കാരനും മറിച്ചല്ല. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ.
ഗുരു ഗോവിന്ദം പുരസ്കാരം നേടിയ ശ്രീ കലാമണ്ഡലം ഷൺമുഖന് ഹൃദയം നിറഞ്ഞ ആശംസകൾ.